ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാധനകളുടെ കാര്യത്തിൽ നമുക്കൊരു എനർജി കിട്ടിയിട്ടുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷേ ഈ ആരാധനകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഫലം, എൻ്റെ ഫലം എന്താ, മരിച്ചു പോയിട്ട് കൂലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല. ഓരോ ആരാധനക്കും ഈ ലോകത്ത് അതിൻ്റെ ഫലം കാണണം. നിസ്കരിക്കുന്ന മനുഷ്യൻ നീച നികൃഷ്ട കാര്യങ്ങളിലേക്ക് ഒരിക്കലും കടന്നു ചെല്ലില്ല എന്നല്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ആയത്ത്? ഉറപ്പ നിസ്കാരം, അല്ലാഹ് പറയാ, തീർച്ച നിസ്കാരം. ആ നിസ്കാരം നിസ്കാരക്കാരനെ തടഞ്ഞു വെക്കും, ബ്ലോക്ക് ചെയ്തു വെക്കും. അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, നീചമായ വൃത്തികെട്ട സകല കാര്യങ്ങളിൽ നിന്നും നിഷിദ്ധമായ ഹറാമായ അള്ളാഹു വെറുക്കുന്ന അള്ളാഹു വിലക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിസ്കരിക്കുന്നവനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അപ്പൊ നിസ്കരിക്കുന്നവൻ ഏഷനുള്ളവനാകാൻ പാടില്ല. നിസ്കരിക്കുന്നവൻ അസൂയ മൂത്ത് പരദൂഷണം പറയുന്നവനാകാൻ പാടില്ല. നിസ്കരിക്കുന്നവൻ ഭിന്നിപ്പുണ്ടാക്കുന്നവനാകാൻ പാടില്ല. നിസ്കരിക്കുന്നവൻ പലിശക്കച്ചവടം നടത്തുന്നവനാകാൻ പാടില്ല. നിസ്കരിക്കുന്നവൻ കച്ചവടക്കാരനാണെങ്കിൽ ചതി പ്രയോഗിക്കുന്നവനായിരിക്കില്ല. എന്താ തെളിവ്? അല്ലാഹ് പറഞ്ഞു. ഇപ്പൊ നോമ്പ് പിടിച്ചിട്ട് ഒരു മാസക്കാലം നോമ്പ് പിടിച്ചിട്ട് റിലീസാകുമ്പോ പുണ്യനബി പറഞ്ഞത് അവൻ അത്തറ് കച്ചവടക്കാരനെ പോലെ എന്നല്ലേ. അത്തറ് കച്ചവടക്കാരൻ കയ്യിൽ അത്തറ് നിറച്ച പാത്രവുമായി കൊട്ടയുമായി നടക്കുമ്പോ കുല്ലു വാഹിദിൻ മിൻഹും യുഹിബ്ബു അൻ യജിദു റിഹ, അവന്റെ ആ സൗരഭ്യം ആസ്വദിക്കാൻ, അവനിൽ നിന്ന് അടിച്ചു വീശുന്ന ആ പെർഫ്യൂമിന്റെ സുഗന്ധമൊന്ന് കിട്ടാൻ വേണ്ടി ആളുകൾ ആശിക്കുന്നത് പോലെ. ഒരു അത്തറ് കടയുടെ മുന്നിൽ ചെന്ന് നിന്നാല്, ഇപ്പൊക്കെ നല്ല അടച്ച് ബന്ധാക്കിയതുകൊണ്ട് അതിന്റെ സ്മെല്ല് വരില്ല, എന്നാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ആസ്വാദനം കിട്ടാൻ ആരും താല്പര്യപ്പെടുമല്ലോ. ഇതുപോലെ നോമ്പുകാരെന്ന് പറഞ്ഞാല് ആ നോമ്പുകാരനിൽ നിന്ന് അത്തറിന്റെ മണല്ല വരിക. അള്ളാന്റെ റസൂല് പറഞ്ഞു, അൽ അഖ്ലാഖുൽ മഹ്മൂദ, നല്ല സ്വഭാവം, ഡീസന്റ്, എക്സ്ട്രാ ഡീസന്റ്, സൽസ്വഭാവി. ഒന്ന് കാണാൻ കൊതിച്ചു പോകും, ഒന്ന് മിണ്ടാൻ കൊതിച്ചു പോകും, ഒന്ന് കൈ കൊടുക്കാൻ കൊതിച്ചു പോകും, ആ ആളുമായിട്ടൊന്ന് സഹവസിക്കാൻ കൊതിച്ചു പോകും. എന്തുകൊണ്ട്? അത്ര നല്ല ഉന്നതമായ സ്വഭാവമായിരിക്കും. എവിടെ പെരുന്നാളിന്റെ അന്ന് ആ സ്വഭാവം ഉണ്ടോ നമുക്ക്? എന്തേ പറ്റിയത്? നോമ്പില്ലാത്തതുകൊണ്ടല്ല, നിസ്കാരം ഇല്ലാത്തതുകൊണ്ടല്ല, എന്താ പറ്റിയത്? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? നമ്മളൊരു ആത്മവിചിന്തനം നടത്തണ്ടേ? ഒരു ആത്മപരിശോധന നടത്തണ്ടേ? അതിപ്രധാനമായ ഫാൾട്ട്, കുഴപ്പം, ആദ്യം വേണ്ടത് ഇബാദത്തല്ല, ആദ്യം വേണ്ടത് ആരാധനാ കർമ്മങ്ങളല്ല, ആദ്യം വേണ്ടത് റബ്ബിനെ പരിചയപ്പെടലാണ് വേണ്ടത്. അതിൻ്റെ പിറകെയാണ് ഇബാദത്തുണ്ടാവേണ്ടത്. ഇതാണ് ഫാത്തിഹ പഠിപ്പിക്കുന്നത്, അല്ലേ? ആദ്യം തന്നെ പടച്ചോനെ ഞങ്ങൾ ഇതാ നിന്നെ ആരാധിക്കുന്നു എന്ന് ഫാത്തിഹയിൽ പ്രയോഗമില്ല, ആയത്തില്ല. പടച്ചോനെ നിന്നോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്, റബ്ബേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണല്ലാ. ഒന്നുമില്ല, ദുആയില്ല, ഇബാദത്തിന്റെ സമർപ്പണമില്ല, വണക്കമില്ല. ഫാത്തിഹയിൽ ആദ്യം പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പിന്നെ അർറഹ്മാനിർ റഹീം, പിന്നെ മാലികി യൗമിദ്ദീൻ. അത് കഴിഞ്ഞിട്ടാണ് ഇയ്യാക നഅ്ബുദു ഇബാദത്തിന്റെ കേസിലേക്ക് പിന്നെ കയറണേ. ആദ്യം റബ്ബുൽ ആലമീനെ ഒന്ന് പരിചയപ്പെടണം, പിന്നെ റഹ്മാനും റഹീമും ബിസ്മിയിൽ പറഞ്ഞ അത് വീണ്ടും ഫാത്തിഹയിൽ ആവർത്തിച്ചിരിക്കുകയാണ്. അതെന്തിനാന്ന് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തീരട്ടെ. എന്തിനാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ആദ്യം അർറഹ്മാനിർ റഹീം പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അത് രണ്ടാമതൊന്ന് റിപ്പീറ്റ് ചെയ്തത്? ഖുർആനിൽ അങ്ങനെ ആവർത്തനം ഉണ്ടാകാൻ പാടുണ്ടോ? ആവശ്യമില്ലാത്ത ആവർത്തനം ഒരിക്കലും ആവർത്തനമല്ല, ആശയപരമായിട്ട് ആവർത്തനമല്ല. നമുക്ക് പറയാം
അർ-റഹ്മാനിർ റഹീം, റബ്ബുൽ ആലമീനെ മനസ്സിലാക്കി അടുത്തറിഞ്ഞ ആളുകൾ റഹ്മാനെ അറിയണം, റഹീമിനെ പരിചയപ്പെടണം. പോരാ, മാലികി യൗമിദ്ദീൻ, വിചാരണ നാളിന്റെ ഉടമസ്ഥനായ, അന്ത്യനാളിന്റെ യജമാനനായ, പരലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ ഒന്ന് തിരിച്ചറിയണം. ഈ നിലക്കൊക്കെ അള്ളാനെ പരിചയപ്പെട്ടിട്ട് വേണം നമുക്ക് ഇബാദത്ത് എന്ന് പറയുന്ന കാണിക്ക സമർപ്പിക്കാൻ, വണക്കം സമർപ്പിക്കാൻ. ഇതാണ് ഫാത്തിഹയുടെ പ്രമേയം. ഫാത്തിഹയുടെ വിശദീകരണാണെന്ന് പറഞ്ഞല്ലോ. സൂറത്തുൽ ബഖറ തൊട്ട് സൂറത്തുൽ നാസ് വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ. ഖുർആന്റെ ഉമ്മയാണ് ഫാത്തിഹ, മാതാവാണ്, ഖുർആന്റെ ബേസാണ്, ഖുർആന്റെ നിധിയാണ്, ഖുർആന്റെ എസൻസ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. ഈ റബ്ബുൽ ആലമീൻ ഇതിന്റെ വിശദീകരണം എത്ര ആയത്താ? ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന സൂറത്ത് ഏതാ? സൂറത്തുൽ ബഖറയല്ലേ. ആ ബഖറ തുറന്നാലും ഇതേപോലെ തന്നെ ആദ്യം ഇബാദത്തല്ല പറയുന്നത്. ഫാത്തിഹയിലും ആദ്യം ഇബാദത്തും ദുആയും സഹായത്തേട്ടൊന്നും അല്ലല്ലോ. അതൊക്കെ ലാസ്റ്റേക്ക് അള്ളാഹു വെച്ചിരിക്കുന്നത്. സൂറത്തുൽ ബഖറ നമ്മൾ തുറന്നു നോക്കി ആദ്യം ഇബാദത്തിന്റെ കേസല്ല പറയുന്നത്. 21-ാമത്തെ ആയത്ത് മുതലാണ്, 21-ാമത്തെ സൂക്തം മുതലാണ് ഇബാദത്തിന് ആഹ്വാനം വരുന്നത്. ആദ്യത്തെ 20 ആയത്തിൽ എന്താ അള്ളാഹു പറഞ്ഞത്? അലിഫ് ലാം മീം. ഒരായത്ത് അല്ലെ, ഒരായത്ത്. അതെന്താ സാധനം? അലിഫ് ലാം മീം. അത് അള്ളാഹ്ക്ക് മാത്രം തിരിയണ കാര്യമാണ്. യാസീൻ, അത് അള്ളാഹ്ക്ക് മാത്രം തിരിയണ കാര്യമാണ്. അലിഫ് ലാം മീം റാ, അള്ളാഹ്ക്ക് മാത്രം തിരിയണ കാര്യമാണ്. കാഫ് ഹാ യാ ഐൻ സ്വാദ്, അള്ളാഹ്ക്ക് മാത്രം തിരിയണ കാര്യമാണ്. ഹാമീം, അള്ളാഹ്ക്ക് മാത്രം തിരിയണ ആയത്താണ്. നൂൻ, അള്ളാഹ്ക്ക് മാത്രം തിരിയണ ആയത്താണ്. അള്ളാഹ് അവിടെ വെച്ചാ പോരുന്നത്, എന്തിനാ കിட்ட ഇറക്കിയേ പിന്നത്? അള്ളാഹ്ക്ക് മാത്രം തിരിയണ സാധനം എന്തിനാ ഈ ലോകത്തേക്ക് ഇറക്കിയത്? അള്ളാഹ് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം അല്ലാഹു അഅലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെ, അള്ളാഹ്ക്ക് മാത്രമേ തിരിയുമെങ്കിൽ എന്തിനാ അള്ളാഹ് ഇങ്ങോട്ട് ഇറക്കിയത്? അവിടെ വെച്ചാ പോരായിരുന്നോ? ഇത് ചോദിച്ചൂടെ? ഒരിക്കലും അള്ളാഹ്ക്ക് മാത്രം തിരിയണ കാര്യമല്ല അത്. അലിഫ് ലാം മീം, അള്ളാഹു അവന്റെ ഹബീബായ നബി തങ്ങൾക്ക്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഒരു പാസ്വേഡാണ് അലിഫ് ലാം മീം. ഖജനാവ് തുറക്കാൻ പാസ്വേഡ് വേണ്ടേ? ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പാസ്വേഡ് അടിച്ചാലല്ലേ അത് ഓപ്പൺ ആയി വരുള്ളൂ. അള്ളാഹു അള്ളാന്റെ ഹബീബായ നബിക്ക് കൊടുത്ത പാസ്വേഡാണ്, സീക്രട്ട് കോഡാണ് അലിഫ് ലാം മീം അടക്കമുള്ള ആയത്തുകൾ. അതിന്റെ ആശയം അള്ളാഹു നബി തങ്ങൾക്ക് മാത്രമേ അറിയിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതാണ് കാര്യം തിരിയുന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. അള്ളാഹ്ക്ക് മാത്രമേ തിരിയുള്ളൂ, നബിക്ക് പോലും തിരിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നബിക്ക് എന്തിനാ ഇറക്കി കൊടുത്ത്? വിശുദ്ധ ഖുർആനിൽ കൂട്ടരെ 3 തരം അറിവുകളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. ഖുർആനിലെ എല്ലാ ആയത്തും എല്ലാവർക്കും തിരിയും, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നല്ല, അങ്ങനല്ല. ഖുർആനിലെ എല്ലാ ആയത്തും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, അങ്ങനല്ല. പിന്നെയോ 3 തരം അറിവുകളാണ് ഖുർആനിലുള്ളത്. 3 തരം അറിവുകൾ. ഒരു തരം നബി തങ്ങൾക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ള അറിവുകൾ, ആയത്തുകൾ. അള്ളാന്റെ റസൂൽ തന്നെ പറഞ്ഞത്, അവിടുന്ന് പറയുന്നുണ്ട്, ഉഖിദ മിന്നീ ശർത്തുൻ ബി അല്ലാ അഫ്തഹ അഹദം മിനൽ ഖൽഖ്. അല്ലാഹു എന്നിൽ നിന്നൊരു നിബന്ധന വെച്ചു, എന്നോട് ഒരു ഷർത്ത് വെച്ചു. അല്ലാഹു എന്നോടൊരു നിബന്ധന വെച്ചു. എന്ത്? ബി അല്ലാ അഫ്തഹ അഹദം മിനൽ ഖൽഖ്, ഒരു പടപ്പിനോടും ഇത് പറയരുതേ, ഇത് ഞാനും തങ്ങളും തമ്മിലുള്ള സീക്രട്ടാണ്. അങ്ങനെയുണ്ട്. അള്ളാന്റെ റസൂലിന് കുറെ സീക്രട്ടുകൾ. അള്ളാന്റെ അടുക്കലേക്ക് മിഅ്റാജിന് വിളിച്ചു കൊണ്ടുപോയിട്ട് എന്താ അള്ളാഹ് ചെയ്തത്? ഫഔഹാ
ഇലാ അബ്ദിഹി മാ ഔഹാ. സൂറത്ത് നജ്മിൽ കാണാലോ, അല്ലാഹു അള്ളാന്റെ പൊരുത്തപ്പെട്ട അടിമക്ക് കൊടുക്കേണ്ട വിവരങ്ങളൊക്കെ കൊടുത്തു. എന്ത് എന്ന് പറഞ്ഞില്ല, കാരണം കൊടുത്ത വിവരമൊക്കെ പാടെ വളമ്പാൻ പറ്റൂല. അങ്ങനെ വഹുവ സിർറുൻ ബൈനഹു വബൈന റബ്ബിഹി, അത് നബി തങ്ങളുടെയും റബ്ബിന്റെയും ഇടയിലുള്ള സീക്രട്ടാണ്, രഹസ്യങ്ങളാണ്. നബി തങ്ങൾക്ക് ആ പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. പാസ്വേഡ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, ഇത് എവിടെ ഓപ്പൺ ചെയ്യണ്ടേ ആ സ്ഥലം കൂടി അറിയണ്ടേ. ATM കാർഡ് മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇത് എവിടെ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യണ്ടേ, അത് കിട്ടണ്ടേ. അലിഫ്ലാമി എന്നുള്ള കോഡ് ഭാഷ നമ്മൾ കേട്ടു, ഇതെവിടെ പ്രയോഗിക്കേണ്ടത്, ഇതെങ്ങനെ പ്രയോഗിക്കേണ്ടത്, എല്ലാം നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നബി തങ്ങളും അല്ലാഹുവും മാത്രം ബന്ധപ്പെട്ട സ്വകാര്യ അറിവുകൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് ഇത്തരം ആയത്തുകളൊക്കെ. യാസീനും നൂനും അലിഫ്ലാമീമും ഒക്കെ, ഇതൊക്കെ നബി തങ്ങൾക്ക് മാത്രം സ്വകാര്യമായി രഹസ്യമായി അറിയിച്ചു കൊടുത്ത സീക്രട്ട് കോഡുകളാണ്. അതന്നെയാണ് ശരി. രണ്ടാമത് ഒരു അറിവുണ്ട്. ആ അറിവ് VVIPകൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹ് പറയും, പ്രത്യേകക്കാർക്ക് മാത്രം പറഞ്ഞു കൊടുത്തോ, എല്ലാവർക്കും പറഞ്ഞെടുത്ത അപകടമാണ്. അങ്ങനത്തെ അറിവുണ്ട് ദീനിലേ. 5 വയസ്സായ കുട്ടിക്ക് മണിയറയിലെ പാഠങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമോ? അവിടെ കുറെ ഇൽമു പഠിക്കാനുണ്ടല്ലോ, അത് 5 വയസ്സായ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അത് ഹലാക്കല്ലേ. ഇതുപോലെ വിശുദ്ധ ഖുർആനിലെ ചില അറിവുകൾ, ആ അറിവുകൾ പ്രത്യേകക്കാർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ട അറിവുണ്ട്. നബി തങ്ങൾ പറഞ്ഞു 4 പേർക്ക് മാത്രം. ഞാൻ 4 പേരുമായി മാത്രം പങ്കുവെച്ച ഖുർആനിക വിജ്ഞാനങ്ങളുണ്ട്. എൻ്റെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഈ 4 പേരോട് മാത്രം ഞാൻ പങ്കുവെച്ച അറിവുണ്ട്. ഇങ്ങനെ രണ്ടാമത്തെ ഐറ്റംസ് ഉണ്ട്. മൂന്നാമത്തെ ഐറ്റംസ് കോമൺ ആയിട്ടുള്ള അറിവ്. പ്രത്യേകക്കാർക്കും സാധാരണക്കാർക്കും മിഡിൽ ആളുകൾക്കും ലോ ക്ലാസ്സിനും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കോമൺ ആയിട്ടുള്ള അറിവ്. ഇതും ഖുർആന്റെ ഭാഗമാണ്. അപ്പൊ ഈ ആദ്യം പറഞ്ഞ ഐറ്റംസ് ആണ് ഏത്? അലിഫ് ലാം മീം. ആദ്യം തന്നെ ഫാത്തിഹ കഴിഞ്ഞാല്, ബിസ്മി കഴിഞ്ഞാല് അലിഫ് ലാം മീം ഒരായത്തായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 4 ആയത്തുകള് മുഅ്മിനീങ്ങളെ, ഭക്തജനങ്ങളെ വെളിപ്പെടുത്തുകയാണല്ല. ആരാണ് മുത്തഖികൾ? ഖുർആൻ ഉപകരിക്കുന്ന മുഅ്മിനീങ്ങൾ ആരാണ്? 4 ആയത്ത് അതാ പറയുന്നത്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ഒന്നാമത്തേത് നബിക്ക് മാത്രം പറഞ്ഞു കൊടുത്ത പാസ്വേഡാണ് അലിഫ് ലാം മീം. പിന്നെ 4 ആയത്തുകള് ആരാണടാ ഭക്തജനങ്ങള്, ആരാണടാ മുഅ്മിനീങ്ങള്, അള്ളാന്റെ പാർട്ടിക്കാര് എന്ന് വെളിപ്പെടുത്തുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ, നിസ്കാരം നിലനിർത്തുന്നവരാണവർ, ഞാൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണവർ, അവർ തങ്ങളുടെ റബ്ബിന്റെ സന്മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്, അവർ വിജയികളാണ് എന്നൊക്കെ ആശയം വരുന്ന 4 ആയത്തുകൾ. അപ്പോ അലിഫ് ലാം മീം കഴിഞ്ഞിട്ട് പിന്നെ 4 ആയത്ത് ഭക്തജനങ്ങളെ വെളിപ്പെടുത്തുകയാണ്. പിന്നെ 2 ആയത്ത് എന്താ അറിയോ? പച്ചക്കാഫിരീങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതിന് 2 ആയത്ത് മതി, കുറെ ഒന്നും വേണ്ട. എത്ര മതി? 2 ആയത്ത് മതി, കാര്യം തിരിഞ്ഞു. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം
അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നബിയെ, നിഷേധിക്കൂട്ടമുണ്ടല്ലോ, കള്ളക്കാഫിറുകളുണ്ടല്ലോ നബിയെ, അങ്ങവരോട് വഅ്ള് പറഞ്ഞാലും ശരി, വഅ്ള് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, താക്കീതു നൽകിയാലും ശരി, അല്ലെങ്കിലും ശരി, ലാ യുഅ്മിനൂൻ, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കില്ല നബിയേ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. അവരുടെ ഹൃദയങ്ങൾക്കും കണ്ണുകൾക്കും ചെവികൾക്കും അല്ലാഹു സീല് വെച്ചിരിക്കുന്നു നബിയേ. അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല, പറയാതിരുന്നിട്ടും കാര്യമില്ല. പാറക്കല്ല് പോലെ പരുപരുത്ത ഹൃദയമുള്ള ടീമാണ് നബിയേ. കാഫിരീങ്ങളെ പറഞ്ഞു. ഇപ്പൊ എത്ര ആയത്തായി? ആദ്യം അലിഫ് ലാം മീം, പിന്നെ 4 ആയത്ത് ഭക്തജനങ്ങളെ വെളിപ്പെടുത്താന്, പിന്നെ 2 ആയത്ത് പച്ചക്കാഫിരീങ്ങളെ പരിചയപ്പെടുത്താന്. ഇപ്പൊ എത്ര ആയത്തായി? 7 ആയത്തായി. പിന്നെ സുബ്ഹാനല്ലാഹ് 13 ആയത്ത്. 20 ആയത്ത് കഴിഞ്ഞിട്ടാണ് ഇബാദത്തിന്റെ കാര്യം പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ 13 ആയത്ത് കപ്പലിലെ കള്ളന്മാരെ പരിചയപ്പെടുത്തുന്ന ആയത്ത. എന്ത്? കപ്പലിനകത്തെ കള്ളന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 13 ആയത്ത് അല്ലാഹു ഇറക്കിയത്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ കള്ളന്മാരെ പരിചയപ്പെടുത്താൻ. കൂട്ടത്തിലെ കള്ളനെ തിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആ കള്ളന്റെ അടയാളം, ലക്ഷണങ്ങളൊക്കെ പറയണം. അത് പഠിച്ചാലേ അകത്തുള്ള കള്ളനെ തിരിയൂ. അതേ മുസ്ലിങ്ങളോടൊന്നിച്ച് പള്ളിയിൽ വരുന്ന, മുസ്ലിങ്ങളോടൊന്നിച്ച് ജീവിക്കുന്ന, ഇസ്ലാമിക നാമം സ്വീകരിച്ച, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ അണിയുന്ന, ഇസ്ലാമിന്റെ സദാചാരങ്ങൾ അനുഷ്ഠിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കള്ളന്മാർ, അതേ മുനാഫിക്കുകൾ, അവരെ വെളിപ്പെടുത്തുകയാണ്. പിന്നെ 13 ആയത്തില് 7 ആയത്ത് അങ്ങനെ കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ 4 ആയത്തോണ്ട് പരിചയപ്പെടുത്തി, കാഫിരീങ്ങളെ 2 ആയത്തോണ്ട് പരിചയപ്പെടുത്തി, പിന്നെ കൂട്ടത്തിലെ കള്ളന്മാരെ പരിചയപ്പെടുത്താം 13 ആയത്ത്. മുഴുവൻ ഓതുന്നില്ല ഞാൻ. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. നബിയേ, ജനങ്ങളെ കൂട്ടത്തില്, മുസ്ലിങ്ങളെ കൂട്ടത്തില്, അന്നാസിന്റെ കൂട്ടത്തില്, മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ ചിലരുണ്ട്. അവർ പറയുന്നുണ്ട് ആമന്നാ ബില്ലാഹ് വബിൽ യൗമിൽ ആഖിർ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, ഖബർ ജീവിതത്തിലും മഹ്ശറയിലും സ്വർഗനരകങ്ങളിലും വിശ്വസിച്ചവരാണ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുണ്ട്. വമാഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളെ അല്ല, അവർ സത്യവിശ്വാസികളെ അല്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ, അവർ അല്ലാഹുവിനെയും സത്യവിശ്വാസികളെയും ചതിക്കാൻ നടക്കുകയാണ്. ചതിക്കുക. ഏതായാലും ഈ മുസ്ലിം വീട്ടിൽ പെറ്റ് വളർന്നില്ലേ, ഇനിയിപ്പോ കിടക്കട്ടെ, ആ കൂട്ടത്തിൽ അങ്ങനെ പോയാൽ കുറച്ച് ആനുകൂല്യം കിട്ടുമല്ലോ. ഇസ്ലാമെന്ന് പുറത്തു പോയാൽ മുർത്തദ്ദാകും, മുർത്തദ്ദായ ബാപ്പാന്റെ സ്വത്തിട്ടാൻ വകുപ്പില്ല. ആ കുറെ നിരീശ്വരവാദികൾ കേസ് കൊടുത്തിട്ട് വരെ കിട്ടിയില്ല, ബാപ്പാന്റെ സ്വത്ത് കിട്ടൂല. ഇസ്ലാമിന്റെ നിയമമാണ് അല്ലേ? ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മാനവ രക്തം. ഔട്ട്, ഔട്ട്. ഇസ്ലാം ഔട്ട്. പള്ളി കമ്മിറ്റി മെമ്പറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആ നിമിഷം ഔട്ടാ, ഔട്ടാണ്. അത് രാഷ്ട്രീയത്തിലല്ലേ മൗലവി? ഔട്ടാണ്. ഒരു രക്ഷയില്ല. സ്വത്തിട്ടൂല, ബാപ്പാന്റെ സ്വത്തിട്ടൂല, മുസ്ലിമായ ബാപ്പാന്റെ സ്വത്തിട്ടൂല. അപ്പൊ ഇങ്ങനെയുള്ള ഹലാക്കൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുക. അത് ചതിയാണ്. വിശ്വാസമില്ല കൂടെ നടക്ക ചതിയാണിത്.
യുഖാദിഊനല്ലാഹ വല്ലദീന ആമനു, അല്ലാഹുവിനെയും സത്യവിശ്വാസികളെയും ചതിക്കാൻ നടക്കുകയാണ് അവര്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, വാസ്തവത്തിൽ അവർ ചതിക്കുന്നത് അവരെ തന്നെയാണ്. അല്ലാഹനെ ചതിക്കാൻ അവർക്കാവില്ല. തൽക്കാലം സത്യവിശ്വാസികളെ പുറം മൂടിയിട്ടുകൊണ്ട്, പുറം പൂച്ചണിഞ്ഞുകൊണ്ട്, ഒരു കപടവേഷമണിഞ്ഞുകൊണ്ട് തൽക്കാലം മുസ്ലിമീങ്ങളെ ചതിക്കാൻ പറ്റുമെങ്കിലും വാസ്തവത്തിൽ ഈ ചതിയുടെ ദുരന്തം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. എന്നിട്ട് അല്ലാഹ് ഇങ്ങനെ പറയുന്നുണ്ട്, അതൊക്കെ വിശദീകരിച്ചാൽ എനിക്കും നിങ്ങൾക്കൊക്കെ ബേജാറ് വരും. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർള്, അവരോട് മാന്യന്മാർ പറഞ്ഞു കുഴപ്പമുണ്ടാക്കല്ലേ, പടച്ചോനോർത്ത് കുഴപ്പമുണ്ടാക്കല്ലേ, കുഴപ്പമുണ്ടാക്കല്ലേ, പള്ളി കമ്മിറ്റിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ, വീട്ടിൽ ഫസാദ് ഉണ്ടാക്കല്ലേ, അങ്ങാടിയിൽ ഫസാദ് ഉണ്ടാക്കല്ലേ എന്നവരോട് പറഞ്ഞാൽ ഖാലൂ, അവര് പറയും, ഫസാദോ, ഞങ്ങളോ, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണത് പറഞ്ഞത്, ഞങ്ങൾ നല്ലതിന് വേണ്ടിയാണ് അഭിപ്രായം പറഞ്ഞത്, ഞങ്ങൾ ഇസ്ലാഹിന്റെ ആൾക്കാരാ, നന്മയുടെ ആൾക്കാരാ എന്നവര് പറയും. അല്ലേ? കമ്മിറ്റിയിലൊക്കെ വന്നിട്ട് എന്തിനാ കമ്മിറ്റിയിൽ വന്നിട്ട് കലാപം ഉണ്ടാക്കിയത്, എന്തിനാ എന്നെ കമ്മിറ്റി കൂട്ടിയില്ല, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ ഞാൻ മെമ്പറായില്ല, എന്നാ പിന്നെ ഞാൻ ഇല്ലാത്തൊരു കമ്മിറ്റി ഇവിടെ വേണ്ടാന്ന്, എന്നിട്ട് പിന്നെ അതിന് തിരി വെക്കല്ലേ. ഇവിടെ ഒന്നും അല്ല, പൊതുവെ നമ്മളെ സമൂഹത്തിലുള്ള അവസ്ഥകളാണ്. ഇതിന്റെ പേര് ഫസാദ് എന്നാ, ഇതിന്റെ പേര് ഫസാദ്. എന്തിനാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്? ഏയ്, ഞാൻ പള്ളിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി, നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രതികരിച്ചത് എന്ന് പറയുന്നു. ഇവൻ ആരാണ്? കപ്പലിലെ കള്ളനാണെന്ന് അല്ലാഹ് 13 ആയത്ത് പിന്നതാ. അപ്പോ 1, 4, 2, 13, 20 ആയത്ത്. ഇതോടുകൂടെ അള്ളാഹു ലോക ജനതയെ 3 വേർതിരിച്ചു. 1 മുഅ്മിന്, 2 കാഫിർ, 3 മുനാഫിഖ്. ഇത്രയൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടാണ് പിന്നെ ഇബാദത്തിന്റെ കേസ് പറയുന്നത്. അതെങ്ങനെ? എങ്ങനെ ഇബാദത്തിന്റെ കാര്യം 21-ാമത്തെ ആയത്തിൽ പറയുന്നത്, യാ അയ്യുഹൻ നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ല പറയണേ, മുസ്ലിമീങ്ങളെ എന്ന് വിളിച്ചിട്ടു അല്ല അല്ലാഹ് പറയണേ. യാ അയ്യുഹൻ നാസ്, അല്ലയോ മാനവ മക്കളെ, മനുഷ്യവംശമേ, മനുഷ്യക്കൂട്ടമേ, ഉഅ്ബുദൂ, നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ആർക്ക്? അല്ലാഹ്ക്കല്ല. അള്ളാഹനെ എങ്ങനെ മനുഷ്യന്മാർക്ക് പെട്ടെന്ന് പരിചയം ഉണ്ടാവുമോ? അള്ളാഹനെ മുഅ്മിനീങ്ങൾക്കേ പരിചയം ഉണ്ടാവുള്ളൂ. അള്ളാഹുവിനെ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്കേ പരിചയം ഉണ്ടാവുള്ളൂ. പക്ഷെ ആർക്കും പരിചയം ഉണ്ടാകും. ആരെ? റബ്ബക്കും, നിങ്ങളുടെ ഗാഡിയനെ, നിങ്ങളുടെ രക്ഷിതാവിനെ, നിങ്ങളെ പടച്ചോനെ, നിങ്ങളുടെ പരിപാലകനെ നിങ്ങൾ അനുസരിക്കുവീൻ, അവന് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുവീൻ. പറഞ്ഞ ശൈലി നോക്കൂ. റബ്ബിനെയാണ് പറയുന്നത്. ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മാത്രല്ല നിങ്ങളുടെ പൂർവീക പിതാക്കളെയൊക്കെ പടച്ച, നിങ്ങൾക്ക് താമസിക്കാൻ വസിക്കാൻ ഭൂമിയും ഭുജിക്കാൻ ആഹാരവും കുടിക്കാൻ വെള്ളവുമൊക്കെ ഒരുക്കി തന്ന നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. കണ്ടോ? റബ്ബുൽ ആലമീനോട് വിശദീകരിക്കുകയാണ്. ഇനി അവസാനത്തെ സൂറത്ത് നോക്ക. അവസാനത്തെ സൂറത്ത് അതേതാ? ഒടൂലെ സൂറത്ത് ഏതാണ്? നാസ്. അതെങ്ങനെ തുടങ്ങണേ? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ല്ലേ? അവിടെ റബ്ബാ പറയണേ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. റബ്ബുന്നാസ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ സംരക്ഷകൻ, വ്യക്തികളുടെ ഗാർഡിയൻസ്. അതന്നെ, വ്യക്തികളുടെ പരിപാലകൻ, സംരക്ഷകൻ. ഇലാഹിന്ന മലിക്കിന്നാസ്, സമൂഹത്തിന്റെ അധികാരി, ചക്രവർത്തി. ഇലാഹിന്നാസ്, പ്രപഞ്ചത്തിന്റെ അധിപൻ. ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് ആദ്യം എന്താ പറഞ്ഞത്? റബ്ബിന്നാസ്. ആദ്യം ഫാത്തിഹയിൽ റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തി ക്ലോസ് ചെയ്യുമ്പോഴും പറഞ്ഞ ആദ്യം തുടങ്ങുന്നത് റബ്ബുന്നാസാ പറയണേ.
റബ്ബായിട്ടുള്ള ബന്ധമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ മാനദണ്ഡം എന്താ? മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ എന്തുകൊണ്ട് മഹത്വമുള്ള പടപ്പായി? എന്തുകൊണ്ടാ? മനുഷ്യനല്ലേ മറ്റു പടപ്പുകളിൽ നിന്ന് ഉത്കൃഷ്ടൻ? ഇത് യുക്തിവാദികൾ പോലും പറയണതാണല്ലോ, അല്ലേ? ഏറ്റവും റേഞ്ചിൽ നിൽക്കുന്ന ഒരു പടപ്പ്, ഒരു ജന്തു എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? എന്താ കാരണം? മനുഷ്യന്റെ മഹത്വത്തിന്റെ കാരണം എന്താ? ശക്തിയാണോ? മനുഷ്യനേക്കാൾ ശക്തിയുള്ള എന്തൊക്കെ പടപ്പുകളുണ്ട്. ജീവനില്ലാത്ത കാറ്റാണ് ഏറ്റവും വലിയ പവർഫുള്ള് സാധനം. നമ്മുടെ JCB ബുൾഡോസറും ഒക്കെ വർക്ക് ചെയ്യുന്നത് ആ കാറ്റുകൊണ്ടാണ്, അല്ലേ? ജന്തുക്കളിൽ തന്നെ മനുഷ്യനിലേറെ ശക്തിയുള്ള എന്തോരം ജീവികളുണ്ട്, ഇല്ലേ? ഇല്ലേ? ഒരു പോത്തടഞ്ഞാൽ മതി, ഒരു പോത്ത്. മനുഷ്യന് നിൽക്കാൻ സ്ഥലം മതിയാവില്ല. ഇതിനെ അള്ള കീഴ്പ്പെടുത്തി തന്നോണ്ട് ഇങ്ങനെ നമ്മൾ ആ കയറ് പിടിച്ച് കിടക്കല്ലേ. പോത്തൊന്ന് യഥാർത്ഥ പോത്തായി കഴിഞ്ഞാൽ കഴിഞ്ഞു, മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യനേക്കാൾ ശക്തിയുള്ള ജന്തുക്കൾ എത്ര ഇവിടെ? വലിപ്പം കൊണ്ടാണോ നമ്മളെ മഹത്വം? നമ്മളെക്കാൾ വലിയ എന്തോരം ജീവികളുണ്ട്. നീലത്തിമിംഗികൾ മാത്രമല്ലല്ലോ, എത്ര ജീവികൾ മനുഷ്യനേക്കാൾ വലുതുണ്ട്. അന്നം തേടാനുള്ള കഴിവ് ഇതാണോ? ഇതാണെങ്കിൽ പൂച്ചനെ നോക്കിയാൽ പോരെ, വേണ്ട 8 കാലി ചിലന്തിനെ നോക്കിയാൽ പോരെ. നമ്മൾ നാളെ ഓതിയില്ലേ, അല്ലേ? ചിലന്തി എത്ര സമർത്ഥമായിട്ടാണ് അതിന്റെ ഇരയെ വേട്ടയാടുന്നത്, അല്ലേ? കാട്ടുജന്തുക്കള് അനിമൽ പ്ലാനറ്റിലൊക്കെ കാണാം എത്ര തന്ത്രപരമായി ബുദ്ധിപരമായിട്ടാണ് അവകളുടെ ഇര തേടുന്നത്, ഭക്ഷണം തേടുന്നത്. അതുകൊണ്ടൊന്നും മനുഷ്യന്റെ പ്രത്യേകത ഇല്ല. മനുഷ്യന് തിരിച്ചറിവുണ്ട് എന്നുള്ളതാ. എന്ത് തിരിച്ചറിവുണ്ട്? ഇതുണ്ട് ജന്തുക്കൾക്ക്. പൂച്ച കാഷ്ടിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൂച്ച കാഷ്ടിക്കണേ. മൂപ്പർക്ക് ഇങ്ങനെ ഈ സംഭവം ഇതിനുള്ള ടെൻഡൻസി ഉണ്ടായാൽ എന്താ ചെയ്യാ? എവിടെയെങ്കിലും ഒന്നും വിസർജിച്ചാൽ പോകുന്നു ചെയ്യൂല. പൂച്ച കൈകൊണ്ട് ഇങ്ങനെ മാന്തിയിട്ടൊരു കൊച്ചു കുഴി ഉണ്ടാക്കും. കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്ത് വിസർജിക്കും പൂച്ച. എന്നിട്ട് കൈ കൊണ്ടാണ് തട്ടിയിടും. തട്ടിയിട്ടിട്ട് പോവില്ല, ഒന്ന് മണത്ത് നോക്കും, വാസനിച്ച് നോക്കും, സ്മെല്ലടിക്കുന്നുണ്ടാവും. ഉണ്ടെങ്കിൽ വീണ്ടും തട്ടും. ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ 2 കാലിൽ നടക്കുന്ന ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ജന്തു ചിലപ്പോൾ ഈ പണി ചെയ്യൂല. പിന്നെ എങ്ങനെ മനുഷ്യന് തിരിച്ചറിവിന്റെ പ്രത്യേകത ഉണ്ടെന്ന് പറയാ, മഹത്വം ഉണ്ടെന്ന് പറയാ? പൂച്ചക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. ഇതെന്തേ മൂവാറ്റുപുഴയിലെ പൂച്ചയൊന്നും ഇങ്ങനെയല്ലേ? ഒക്കെ ഇങ്ങനെ എന്തോ ഒരു വിചിത്രമായ കഥ കേൾക്കണ പോലെ. അപ്പൊ തിരിച്ചറിവ് കൊണ്ടല്ല മനുഷ്യന്റെ പ്രത്യേകത, അത് പൂച്ചക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പ്രത്യേകത? ഇബാദത്തുണ്ട്. ആർക്ക്? മനുഷ്യനെ. ഇബാദത്ത് ഈ പ്രപഞ്ച വസ്തുക്കൾക്കൊക്കെ ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. നിസ്കാരം ഉണ്ട്. നിസ്കാരം ഈ പ്രപഞ്ചത്തിൽ എല്ലാ സാധനവും നിസ്കരിക്കുന്നുണ്ട്. കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹ, സകല ചരാചരങ്ങളും നിസ്കാരം പഠിച്ചിട്ടുണ്ട്, തസ്ബീഹ് പഠിച്ചിട്ടുണ്ട് എന്നല്ലാഹു. കുല്ലുൻ, പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും പഠിച്ചു. ഖദ് അലിമ, അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ട് അറിഞ്ഞിട്ടുണ്ട്. എന്തറിഞ്ഞിട്ടുണ്ട്? സ്വലാത്തഹു, എങ്ങനെ നിസ്കരിക്കണമെന്ന്, വതസ്ബീഹു, എങ്ങനെ തസ്ബീഹ് ചെയ്യണമെന്ന് എല്ലാം പഠിച്ചിട്ടുണ്ട്. അവരത് ചെയ്യണുണ്ട്. നമ്മള് മനുഷ്യന്മാരെ കൂട്ടത്തിലല്ലേ ഉസ്താദെ മുസ്ലിങ്ങള്? പ്രപഞ്ചം മുഴുവൻ മുസ്ലിമാന്നാണ് അള്ളാഹ് പറഞ്ഞത്. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി ഖൗഅൻ വകർഹാ വഇലൈഹി യുർജഊൻ. വലഹു അസ്ലമ, അള്ളാഹുവിന്റെ മുമ്പാകെ മുസ്ലിമായിട്ടുണ്ട്. ആര്? മൻ ഫിസ് സമാവാത്, ആകാശത്തിലുള്ളവരൊക്കെ മുസ്ലിമായിട്ടുണ്ട്. വൽ അർള്, ഭൂമിയിലുള്ളവർ മുസ്ലിമായിട്ടുണ്ട്. അബൂജഹൽ മുസ്ലിമായിട്ടുണ്ട്. ഉസ്താദെ മുസ്ലിമായിട്ടുണ്ട്. ഫിറഔന് മുസ്ലിമായിട്ടുണ്ട്. മുസ്ലിമായിട്ടുണ്ട്. മുസ്ലിമാകാരണം അനുസരിച്ചിട്ടുണ്ട്. എങ്ങനെ അനുസരിച്ച? അള്ളാഹ് അങ്ങോട്ട് അനുസരിപ്പിച്ചു. അനുസരിപ്പിച്ചുകൊണ്ടല്ലേ കൂട്ടരെ 2 പയ്യന്മാര് പോയിട്ട് കഴുത്തറുത്തത് അബൂജഹലിന്റെ ബദറില്. അതിന് രക്ഷപ്പെടാൻ ഈ ഹംക്കിന് പറ്റിയോ? എന്താ കാരണം? അള്ളാഹ് അനുസരിപ്പിച്ചു. തൗഅൻ വ കർഹൻ, ഒന്നുകിൽ അറിഞ്ഞനുസരിക്കും, അതാണ് മുഅ്മിനീങ്ങൾ. വ കർഹൻ, അള്ളാഹുവിന്റെ ബലാത്കാരത്തിൽപ്പെട്ട് അനുസരിച്ചു പോകും. ഫിറഔന് മുങ്ങിച്ചത്തിലെ നൈൽ നദിയില് രക്ഷപ്പെടാൻ പറ്റിയോ? അള്ളാഹു വരച്ച വരയിലൂടെയല്ലാതെ ഒരു പടപ്പിനും മുന്നേറാൻ ചലിക്കാനാവില്ല. ഒന്നുകിൽ അറിഞ്ഞ്
അനുസരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ ഒതുങ്ങിയിട്ട് അനുസരിക്കുന്നു. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ളതൊക്കെയും മുസ്ലിങ്ങളാണ്. തൗഅൻ വ കർഹൻ, വ്യത്യാസമുണ്ട്. ഒന്ന് ബോധപൂർവം മുസ്ലിമായത്, മറ്റേത് അള്ളാഹുവിന്റെ പിടുത്തത്തിൽപ്പെട്ട് മുസ്ലിമായി പോയത്. ഇലൈഹി യുർജഊൻ, അവൻ പിടിച്ചോണ്ടോ അള്ളാന്റെ അടുത്തേക്ക്, രക്ഷപ്പെടാൻ പറ്റൂല. അവ മുസ്ലിങ്ങളായി എന്നുള്ളൊരു മഹത്വം പറയാണ്ടോ? അതുമല്ല. പിന്നെ എന്താ മനുഷ്യന്റെ പ്രത്യേകത? മനുഷ്യന്റെ മഹത്വം സത്യത്തിൽ എന്താ? അവിടെയാണ് നമ്മൾ അടിവരയിട്ട് ആലോചിക്കേണ്ടത്. ഒന്നുമല്ല, ശക്തിയല്ല, തിരിച്ചറിവല്ല, വലിപ്പമല്ല, അനുസരണയല്ല, ഇബാദത്തല്ല. പിന്നെ എന്താണ് മനുഷ്യന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ, റബ്ബിനെ അറിയുന്നു, എന്നിട്ട് വണങ്ങുന്നു. ഇത് മനുഷ്യനും ജിന്നുകൾക്കും മാത്രമുള്ള ക്വാളിറ്റിയാണ്. എന്ത്? റബ്ബിനെ പരിചയപ്പെടുന്നു, എന്നിട്ട് അനുസരിക്കുന്നു. റബ്ബിനെ അറിയുന്നു, എന്നിട്ട് ഇബാദത്ത് ചെയ്യുന്നു. മലക്കുകളും ചെയ്യുന്നുണ്ട്. മലക്കുകൾക്ക് അതിനെ പറ്റുള്ളൂ. അവരെ പ്രകൃതി അവിടെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് അള്ളാഹു. അതുകൊണ്ട് അവർക്ക് പ്രത്യേകത ഇല്ല. അവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയൂല. മലക്കുകൾക്ക് തെറ്റ് ചിന്തിക്കാൻ കഴിയൂല, തെറ്റ് ചെയ്യാൻ കഴിയൂല. അങ്ങനെയാണ് അള്ളാഹു അവരെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് മാർക്കില്ല. ഏതിന് മാർക്കില്ല? മലക്കുകളുടെ ഇബാദത്തിന് മാർക്കില്ല. മാർക്ക്, മഹത്വം അത് മനുഷ്യനും ജിന്നിനും കൊടുത്തു. എന്താ കാരണം? ഈ രണ്ട് വർഗത്തിനെ അള്ളാഹുവിനെ അറിഞ്ഞു വണങ്ങാൻ പറ്റൂ. ഈ മൈക്ക് വണങ്ങാണ് അള്ളാഹ്ക്ക്. ഇതിന്റെ ധർമ്മം ഇങ്ങനെ ഉണ്ടാക്കുക. അള്ളാഹിന് വേണ്ടി അതിനെ പഠിച്ചത്. ഇതിനറിയില്ല. ഞാൻ അള്ളാഹ്ക്ക് വഴങ്ങി കൊടുക്കുക, ഇവൻ ഇതിനറിയില്ല. ഈ പ്രസംഗപീഠം അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ധർമ്മത്തിന് വേണ്ടി അള്ളാഹ് പടച്ചു. അത് അവിടെ വിനയത്തോടു കൂടെ അടങ്ങി ഒരുങ്ങി നിൽക്കുകയാണ്. അവിടെ കടന്ന് കുലുങ്ങുന്നില്ല. ഞാൻ കുലുക്കുമ്പോഴേ കുലുങ്ങുന്നുള്ളൂ. പക്ഷെ അതിനറിയില്ല. അറിയുന്നത്, റബ്ബിനെ അറിഞ്ഞു വണങ്ങുന്നത് മനുഷ്യ ജിന്ന് വർഗം മാത്രമാണ്. ഇതാണ് മഹത്വത്തിന്റെ മാനദണ്ഡം. അതെ, ഇത് റബ്ബിനെ അറിഞ്ഞു വണങ്ങുമ്പോഴാണ്, അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുമ്പോഴാണ്. റബ്ബുൽ ആലമീൻ ശരിക്കും ഓതിയിട്ട് ഇയ്യാക നഅ്ബുദു ഓതുമ്പോഴാണ് ക്ലിയർ ആവുക. റബ്ബുൽ ആലമീൻ ശരിക്കും ഓതി പഠിച്ചിട്ട് ഇയ്യാക നഅ്ബുദു ഓതുമ്പോഴാണ് ശരിയാവുക. റബ്ബിനെ നന്നായി പരിചയപ്പെട്ട് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ആ ഇബാദത്ത് ത്രില്ലാവുക, ആനന്ദാകുക, ഹരമാകുക. അല്ലാത്ത ഇബാദത്ത് മടുപ്പും വെറുപ്പും അലസതയും ഭാരവുമായിരിക്കും. അതെ, കപ്പലിലെ കള്ളന്മാര് നിസ്കരിക്കാൻ വരുന്നതും കപ്പലിനകത്തെ കള്ളക്കാഫിരിങ്ങള് ദാനം ചെയ്യണതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹിനെ പരിചയമില്ലാത്ത ടീമാണ് മുനാഫിക്കീങ്ങള്. അവർ ആനുകൂല്യം പറ്റാൻ വേണ്ടി മുസ്ലിങ്ങളെ കൂടെ നടക്കുന്ന ആൾക്കാരാണ്. പൊന്നാര കൂട്ടരെ ഇവിടെ ഈ കൂട്ടത്തിലുള്ള കള്ളന്മാരാണ്. ഇത് ഞാൻ പറയല്ല. ഈ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അള്ളാഹ് രക്ഷപ്പെടുത്തട്ടെ. ഞാൻ അടക്കം ആ സ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹ് കരകയറ്റട്ടെ. നിഫാഖിൽ നിന്ന് അള്ളാഹു ശുദ്ധീകരിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഇവര് നിസ്കരിക്കാൻ വരുന്നത് എങ്ങനെയെന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അർത്ഥം പറയാൻ പേടിയാണ്. ലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാലാ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അവർ നിസ്കരിക്കാൻ വരുന്നത് മടിയന്മാരായിട്ടായിരിക്കും. മടിയന്മാരായിട്ട്. സുബൈക്കൊക്കെ ഒന്ന് വന്നു നോക്ക്. വരികയാണെങ്കിൽ എന്തൊരു മടിയായിരിക്കും. വന്ന് നിന്നാലോ വെള്ളടിച്ചോന്നല്ല, നിന്നുറങ്ങുക. മടി, താല്പര്യമില്ല. നിസ്കാരത്തിലേക്ക് അവർ വരില്ല. മടി കൂടാതെ വരാൻ അവർക്ക് പറ്റൂല. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അവരെന്തെങ്കിലും ദാനം ചെയ്യുമ്പോ വല്ലാത്ത വെറുപ്പോടുകൂടെയാണ് കൊടുക്കുക. വെറുപ്പോടുകൂടെ. പള്ളിക്ക് കൊടുക്കുക, പാവപ്പെട്ടവർക്ക് കൊടുക്കും. എങ്ങനെ കൊടുക്കുക? വെറുത്തിട്ട്, അങ്ങോട്ട് കുറ്റം പറഞ്ഞിട്ട്, മേടിക്കാൻ വരുന്നവനെ കുറ്റം പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് വെറുപ്പിച്ചിട്ട് എരപ്പാക്കിയിട്ട് അവസാനം കൊടുക്കും. ധാര സ്വഭാവമാണ്, മുനാഫിക്കിന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് നിസ്കാരത്തിന് ത്രില്ലില്ലാതായത്? എന്തുകൊണ്ടാണ് ദാനധർമ്മത്തിന് ത്രില്ലില്ലാതായത്? റബ്ബിനെ പരിചയമില്ലാത്തതുകൊണ്ട്. റബ്ബിനെ പരിചയമുണ്ടോ മുനാജാത്ത് ത്രില്ലാകും. കാമുകിയോട് ശൃംഗരിക്കുമ്പോ കൂട്ടരെ എന്ത് ത്രില്ലായിരിക്കും. സമയം പോകുന്നതറിയോ? മൊബൈൽ ചൂടായിട്ട് ചെവി ചൂടാകുന്നതറിയോ? പൈസ പോകുന്നതറിയോ? എന്താണത്?
പ്രാണപ്രേയസിയുമായിട്ടുള്ള ലിങ്ക്, ആ അഭിമുഖ സംഭാഷണം അല്ലെങ്കിൽ ഫോണിലൂടെയുള്ള മുനാജാത്ത് സംഭാഷണം, അതിന്റെ ത്രില്ലുണ്ട്. അവളറിയാം, അവളെ പരിചയമുണ്ട്, അതുകൊണ്ട് അതിന് ത്രില്ലുണ്ട്. അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ കടയിൽ ഏറ്റവും മോശപ്പെട്ട ഗിഫ്റ്റാണോ മേടിക്കുക? അല്ല, കൂടിയ ഗിഫ്റ്റാ മേടിക്കുക. കാരണം എന്താ? അവളെ പരിചയമുണ്ട്. അള്ളാനെ പരിചയമില്ല, റബ്ബിനെ പരിചയമില്ല, റബ്ബിനെ അറിയില്ല. ആനന്ദവും ആസ്വാദനവും കിട്ടുന്നു എനിക്ക് നിസ്കാരത്തിൽ എന്ന് പുണ്യനബി പറഞ്ഞില്ലേ? നീണ്ട നിസ്കാരം നിസ്കരിച്ചിട്ട് പറയാണ്, ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തെ പോലെ ഒരു ത്രില്ലുള്ള ടൈം എന്റെ ജീവിതത്തിൽ ഇല്ല. ഖാല റസൂലുള്ളാഹി, ഏറ്റവും ത്രില്ല് എന്റെ കൺകുളിർമ എന്നാ പറഞ്ഞത്. രോമാഞ്ചമുണ്ടാകുന്ന അവസ്ഥ, ഉള്ളിൽ നിന്നൊരു കുളിർമ കയറി വരുന്ന അവസ്ഥ. എത്ര ശ്രമകരമായ അധ്വാനം പിടിച്ച വിയർപ്പൊഴുക്കുന്ന പണിയാണെങ്കിലും അതിന്റെ അഭിരുചി കിട്ടുകയാണെങ്കിൽ ആ ക്ഷീണം അറിയോ? നമ്മളിപ്പോ ഫുഡ് ഇങ്ങനെ വായിലേക്ക് ഇടുക, വായിലേക്ക് എന്തോരം തവണ ഇങ്ങനെ ഇട്ട്, എന്തോരം കയ്യിന് കടയിലുണ്ടാവോ, മുട്ടിന് കുഴപ്പമുണ്ടാവോ, ഷോൾഡറിന് വേദന ഉണ്ടാവോ, എന്നാ വേറൊരാളെ വായിലേക്കൊന്ന് കയറ്റി നോക്കും. മൂന്നാമത്തെ ഉരുളാവുമ്പത്തിന് ഇവിടൊക്കെ ഒരു വേദന ഇരിക്കും. അത് പൊസിഷൻ മാറിയതുകൊണ്ടാണ്. അല്ല, നീ ഇരിക്കണ പൊസിഷനിൽ ഇരുത്തിക്കോ നിന്റെ വയസ്സായ ഉമ്മാനെ, എന്നിട്ടൊന്ന് കൊടുത്തു നോക്ക്. 4 ഉരുള കൊടുക്കുമ്പോഴേക്കും മുട്ടിനൊരു വേദന, ഷോൾഡറിനൊരു കടച്ചിലോട് വരും. എന്താ അത്? സ്വന്തം വായിക്ക് എന്തോരട്ടാലും വരുന്നില്ല. എന്താ അത്? സ്വന്തം ഇങ്ങനെ ഇടുമ്പോൾ അതിന്റെ അനുഭൂതി ഇങ്ങനെ കിട്ടുകയാണ്. ഇതറിയില്ല. മറ്റേത് അനുഭൂതി ഉമ്മാക്കാ കിട്ടണം, അല്ലെങ്കിൽ ആരെ വായിക്കാ വെച്ചെടുക്കുക അവിടെ കിട്ടണേ. അതുകൊണ്ട് ഈ വേദന അറിയും. ഭാര്യയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ശ്രമകരമായൊരു പണിയാണല്ലോ അത്. പക്ഷെ എന്റെ അധ്വാനം അറിയുന്നുണ്ട് ആരെങ്കിലും? എന്തുകൊണ്ട് അറിയണില്ല? ആ ആനന്ദത്തിൽ അറിയണില്ല. ഇതുപോലെ കൂട്ടരെ റബ്ബിനെ പരിചയപ്പെട്ട ടീമാണെങ്കിൽ ജമാഅത്തിന് വരാൻ ആനന്ദം ഉണ്ടാകും. ഇവിടെ ജമാഅത്തിന് വരുന്നത് അലസമായിട്ടാണ്. എന്താ കാരണം? ജമാഅത്തൊരു രുചിയാകണില്ല. എന്താ കാരണം? റബ്ബിനെ പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ ജമാഅത്ത് നമസ്കാരാനന്തരം തേങ്ങാച്ചോറും പോത്തിറച്ചി ഉണ്ട് എന്ന് പറഞ്ഞാലോ ആനന്ദം ഉണ്ടാവും. എന്തിന്? ജമാഅത്തിന് ആനന്ദമല്ല, അത് തിന്നാൻ. അതിന്റെ രുചി എന്താണെന്നറിയും. ഞാൻ ഈ മൂവാറ്റുപുഴ വന്നിട്ട് ഏറ്റവും അധികം ആളുകൾ ജമാഅത്തിന് വന്നൊരു വക്ത് റമദാൻ 17 അന്നത്തെ അസറിന്റെ ജമാഅത്തിനായിരുന്നു. നിങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? ഏറ്റവും പെരുന്നാൾ ചുമയാണ് മാറ്റിയേക്കും. ഈ മൂവാറ്റുപുഴയിൽ 5 വക്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും അധികം ജനങ്ങൾ പങ്കെടുത്ത ജമാഅത്ത് നിസ്കാരം ഏതായിരുന്നു അറിയോ? റമദാൻ 17 അന്നത്തെ അസർ നിസ്കാരം. എന്തുകൊണ്ട് അത്ര ആൾക്കാർ വന്നത്? ബദരീങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെട്ട കൂട്ടരെ, അല്ല നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. അപ്പൊ തേങ്ങാച്ചോറിന്റെയും പോത്തിറച്ചിന്റെയും രുചി നമുക്കറിയാം. അതുകൊണ്ട് ആ വരവൊരു ബുദ്ധിമുട്ടില്ല. ജമാഅത്തിന്റെ രുചി നമുക്കറിയില്ല. എന്താ ജമാഅത്തിന്റെ രുചി അറിയാതിരുന്നത്? നിസ്കാരത്തിന്റെ രുചി അറിയാതിരുന്നത്? റബ്ബിനെ പരിചയമില്ല. ഉത്തരം വളരെ കൃത്യമാണ്. റബ്ബിനെ പരിചയമില്ല. സ്വർഗവാസികളായ ആളുകളുടെ ഇബാദത്ത് ത്രില്ലോടുകൂടെ ആയിരിക്കുമെന്നും നരകവാസികളുടെ ഇബാദത്ത് ക്ലേശത്തോടെ മടുപ്പോടുകൂടെ ആയിരിക്കുമെന്ന് അല്ലാഹു. എന്ത്? റബ്ബിനെ പഠിച്ചോളൂ കൂട്ടരെ, റബ്ബിനെ പരിചയപ്പെട്ടോളൂ കൂട്ടരെ. അത് പഠിച്ചിട്ട് ഇബാദത്ത് ചെയ്താലേ ക്ലിയർ ആവുള്ളൂ, സ്വർഗം കിട്ടുള്ളൂ. ഇത് പലവത്താവുള്ളൂ, ഇല്ലെങ്കിൽ പാഴ്വേലയാകും, മുനാഫിക്കങ്ങളിൽ മെമ്പറാവും. അള്ളാഹു കാക്കട്ടെ. കുറച്ച് ഗൗരവത്തോടു കൂടെ ആലോചിക്കണത്. സ്വർഗവാസികൾ അമല് ചെയ്യുന്നത് ത്രില്ലടിച്ചിട്ടായിരിക്കും. അള്ളാഹു ആവേശമായിരിക്കും അവർക്ക്. നരകക്കാരോ എടങ്ങാറായിട്ടായിരിക്കും. ശുദ്ധ ഖുർആൻ സൂറത്തു യാസീൻ ഞാൻ ആദ്യം ഓതി വെച്ചത് ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗവാസികളായ ആളുകൾ ഫീ ശുഗ്ലിൻ എൻഗേജ്ഡ് ആണ്. അവർ ജോലിയിലാണ്. ശുഗ്ല് നമ്മൾ മലയാളത്തിൽ ഒരു ശുഗ്ലും ഇല്ലെന്ന് ചോദിക്കൂലേ? അവർ ജോലിയിലാണ്, തിരക്കിലാണ്, പണിയിലാണ്. പക്ഷേ ആ ജോലി അവർക്ക് ഭാരമല്ല. ഫാകിഹൂൻ, അവർ ആസ്വദിക്കുകയാണ് ആ ജോലി. അവർ നിസ്കാരം ആസ്വദിക്കുകയാണ്, നോമ്പ് ആസ്വദിക്കുകയാണ്, ഹജ്ജ് ആസ്വദിക്കുകയാണ്, സ്വതക്ക ചെയ്യുമ്പോൾ ആസ്വദിക്കുകയാണ്. അൽഹംദുലില്ലാ, കൊടുക്കാൻ പറ്റിയല്ലോ. ഹും വ അസ്വാജുഹും ഫീ ളിലാൽ, അവരും അവരുടെ തരുണീമണികളായ ഇണകളും നിഴലുകളിലാണ്, തണലുകളിലാണ്. അലൽ അറായികി മുത്തകിഊൻ,
സ്വർഗത്തിലെ അലങ്കൃതമായ കട്ടിലുകളിൽ അവർ ചാരിയിരുന്ന് ആസ്വദിക്കുകയാണ്. സ്വർഗക്കാര് അവരുടെ ഇബാദത്തില് ആസ്വദിക്കുക. ഇവിടെ റബ്ബിനെ പരിചയപ്പെട്ട് ആസ്വദിച്ച് ഇബാദത്ത് ചെയ്യുന്നവർ, അവിടെ ക്ലേശങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരു കാമുകിയോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ ദൈർഘ്യം കാമുകനൊരു വിഷയാവില്ല. കാമുകിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള സുദീർഘമായ യാത്രകളും പരിശ്രമങ്ങളും കാമുകനൊരു ക്ലേശമായിട്ട് തോന്നൂല. കാരണം കാമുകി ലക്ഷ്യം, കാമുകിയെ അവനറിയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സർവശക്തനായ എല്ലാ സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും അവകാശിയായ അള്ളാഹു, ആ റബ്ബേറ്റ് പരിചയപ്പെട്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ ക്ലേശം ഉണ്ടാവില്ല. അതാണ് സ്വർഗത്തിലേക്ക് അങ്ങനെ എത്താൻ പറ്റുക. അവിടെ ചെന്നാലും ആസ്വദിച്ച് സ്വർഗീയ വിരുന്നുകളിൽ പങ്കെടുത്ത് അവിടെ എൻഗേജ്ഡ് ആകുന്ന ആളുകളും അവരെ കുടുംബങ്ങളും സന്തോഷത്തിലായിരിക്കും. ചുമ്മാ സന്തോഷം കിട്ടിയതല്ല, ഇവിടുന്ന് റബ്ബിനെ പരിചയപ്പെട്ട് ഇബാദത്ത് ചെയ്ത ആളുകൾ. നരകക്കാര് ഹൽ അതാക ഹദീസുൽ ഗാശിയ, ആകെ മൂടുന്ന വിപത്തിന്റെ വാർത്ത നബി തങ്ങളെ അങ്ങേക്ക് വന്നെത്തിയില്ലേ? ഖിയാമത്ത് നാളിന്റെ ഒരു പേരാണ് അൽ ഗാശിയ, ആകെ മൂടുന്ന, ആകെ പൊതിയുന്ന മഹാദുരന്തം എന്നാണ് അതിനർത്ഥം. വുജൂഹു യൗമഇദിൻ ഖാശിയ, ആ ദിവസം ചില മുഖങ്ങൾ ഭയത്താൽ താഴ്ന്നു പോകും, പേടിച്ച് താഴ്ന്നു പോകും. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചവരായിട്ടായിരിക്കും ആ ടീം കടന്നു വരുന്നത്. ആമിലത്തുൻ അമല് ചെയ്തവര്, നിസ്കരിച്ചവര്, നോമ്പുവറ്റവര്, ഹജ്ജ് ചെയ്തവര്, ഉംറക്ക് പോയവര്, ദാനം കൊടുത്തവര്, പാവങ്ങൾക്ക് വേണ്ടി പണിയെടുത്തവര്, സമൂഹത്തിന് വേണ്ടി സംഘടനയിൽ പ്രവർത്തിച്ചവര്. ആമിലത്തുൻ അമല് ചെയ്തവർ. നാസിബത്തുൻ ആ അമല് കൊണ്ട് ക്ഷീണിച്ചു പോയ ആൾക്കാര്, എന്നിട്ട് വെറുത്ത് ആകെ ഇടങ്ങാറായി അങ്ങോട്ട് തളർന്നു പോയ ടീം. സ്വർഗത്തേക്ക് അമ്മായി അമല് കൊണ്ട് പോകാൻ പറ്റൂല കൂട്ടരെ, ഇത് നരകത്തേക്ക് പോണ ടീമാണ്. അവർ കർമ്മം ചെയ്തിട്ടുണ്ട്, ആ കർമ്മം കൊണ്ട് അവർ തളർന്നിട്ടുണ്ട്, അവർക്ക് മടുപ്പ് വന്നിട്ടുണ്ട്. ഈ കർമ്മം കൊണ്ട് ക്ഷീണിച്ച ടീമിനെ നരകത്തിലിട്ട് പൊരിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. ചൂട് കാഠിന്യമുള്ള തീയിലിട്ട് അവരെ പൊരിച്ചെടുക്കും. ആരെ അമല് ചെയ്ത് തളർന്ന ടീമിനെ, മടുപ്പ് വന്ന ടീമിനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്ത് ഒരു യാത്ര പോവാണ്. ആ യാത്രക്കിടയിൽ ഒരു പുരോഹിത സന്യാസിയുടെ മഠത്തിന്റെ അരികിലൂടെയാണ് മഹാനായ ഉമർ തങ്ങൾ യാത്ര ചെയ്യുന്നത്. ആ മഠത്തിന്റെ അടുത്തെത്തിയപ്പോ ഉമർ തങ്ങൾ ആ മഠത്തിലേക്ക് നോക്കി. ഫജഅല യൻദുറു ഇലൈഹി, ആ പുരോഹിതനെ കണ്ടു. പുരോഹിതനെ കണ്ടപ്പോ കഠിനാധ്വാനം ചെയ്തിട്ട് തപസ്സിരുന്നിട്ട് സന്യാസത്തിന്റെ ലക്ഷണങ്ങളും തളർച്ചയൊക്കെ ആ കോലത്തിലും ഭാവത്തിലൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഫജഅല യബ്കി, ഒറ്റ കരച്ചില. റളിയല്ലാഹു അൻഹു ഒറ്റ കരച്ചില. ആരെ കണ്ടിട്ട്? ഈ സന്യാസിയെ കണ്ടിട്ട്. കൂടുള്ളവർ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ മാ യുബ്കീക മിൻ ഹാദാ, ഇയാളെ കണ്ടിട്ട് എന്തിനാ കരയണേ? അയാൾക്ക് ഉടുക്കണ്ടല്ലോ, അയാൾക്ക് കിടക്കാൻ ഒരു പ്രാർത്ഥനാ മണ്ഡപമുണ്ടല്ലോ, അയാൾക്ക് വേണമെങ്കിൽ എത്ര ഫുഡും അയാൾ അനുയായികൾ കൊടുക്കുമല്ലോ, അയാളെ കണ്ടെന്തിനാ കരയണേ? ഒരു എത്തീംകുട്ടിനെ കണ്ടാൽ കരച്ചിൽ വരും, ഒരു പാവ രോഗിയെ കണ്ടാൽ കരച്ചിൽ വരും. ഇങ്ങനെ കണ്ട അമീറുൽ മുഅ്മിനീൻ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്തിനാ കരയണേ? അപ്പൊ പറഞ്ഞു, ഞാൻ ഖുർആനിൽ ഒരു ആയത്ത് ഓർത്തിട്ടാണ് ഈ ചങ്ങായിനെ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നത്. അതേതാണ്? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ആമിലത്തുൻ നാസിബ, അമല് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പെടാപ്പാടുപെട്ട് പ്രയാസപ്പെട്ട് ഭഗീരഥ പ്രയത്നം നടത്തി തളർന്ന് മടുത്ത്, എന്നിട്ട് അത്തരത്തിലുള്ള ആളുകളെ ഞാൻ നരകത്തിലിട്ട് പൊരിക്കുമെന്ന് അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
ഇവനെ പോലത്തെ ആളുകളെ കാണുമ്പോ എനിക്ക് സങ്കടം വരികയാണ്, കരച്ചിൽ വരികയാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? റബ്ബിനെ അയാൾ പരിചയപ്പെട്ടില്ല. അയാൾ വെറും പുരോഹിതനാ, വെറും സന്യാസിയാ. റബ്ബിനെ പരിചയപ്പെടുക. പ്രിയമുള്ള കൂട്ടരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ക്ലിയർ ആക്കാതെ നമ്മൾ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്ത് ഈ ലോകത്ത് ക്ഷീണവും പരലോകത്ത് നരകവുമാണ്. ഇതാണ് ഇപ്പൊ ഖുർആൻ പഠിപ്പിക്കണേ. എന്ത്? റബ്ബുൽ ആലമീനെ പരിചയപ്പെടാതെ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്ത് ഈ ലോകത്ത് പൊന്നാര കൂട്ടരെ ഇങ്ങനെ ഇജാതി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ 2.5 ലക്ഷം ഉറുപ്പ്യാണ് പോയി കിട്ടൂലേ? അതുകൊണ്ടോ നല്ല മട്ടന്റെ കുടലും ലിവറൊക്കെ മേടിച്ചിട്ട് അവനും കുടുംബമൊക്കെ അടിക്കുകയാണെങ്കിൽ മിനിമം ഒരു പള്ളെങ്കിലും ഉണ്ടായി കിട്ടൂലേ? മുറ്റം ക്ലിയർ ആക്കി വീടൊന്ന് പെയിന്റ് അടിച്ചാൽ അതവിടെ ഉണ്ടാവൂലേ? ഇത് അതുമില്ല അതുമില്ല. ദുന്യാവും ആഖിറുമില്ലാത്ത അവസ്ഥയാവൂലേ? അതുകൊണ്ട് ആദ്യം വേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് ശരിക്കും ഓതുകയാണ്. ഓതാന് മഖ്റജ് ഒപ്പിച്ച് അക്ഷരസ്ഫുടതയോട് കൂടെ ഓതല്ല, റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തുക. അവന് സ്തുതി അർപ്പിക്കണം. റബ്ബുൽ ആലമീനുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് അവന് സ്തുതി പറയണം. സ്തുതി പറയണമെങ്കിൽ ആളെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നൽകുന്ന മറ്റൊരു പാഠം അടുത്ത ആഴ്ച നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ കലാമിലെ സൂറത്തുൽ ഫാത്തിഹ യഥാവിധി പഠിക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.